JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. LBSലെ പെൻഷൻ പ്രായം ഉയർത്തിയതിൻ്റെ ഫലമായിട്ട് LD ക്ലർക്ക് പരീക്ഷ വെറുതെയായി എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പെൻഷൻ പ്രായം ഉയർത്തിയതോടെ പുതിയ നിയമന നീക്കങ്ങൾ നിലച്ചു. 2022 അപേക്ഷ സ്വീകരിച്ച LD ക്ലർക്ക് നിയമനത്തിലുള്ള നടപടികൾ അനന്തമായി നീളുകയാണ്. അന്വേഷിക്കുന്നവരോട് വ്യക്തമായ മറുപടി പോലും അധികൃതർ പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖകരമായ സത്യം. പരീക്ഷ എഴുതിയ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ നിയമന പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ്. നിലവിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 2 വർഷത്തേക്കാണ് ഉയർത്തിയത്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ തസ്തികകളിലേക്ക് ഒഴിവില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നിയമന നടപടികളെല്ലാം മരവിപ്പിച്ച നിലയിലാണ് പോകുന്നത്. തിരുവനന്തപുരം പാളയത്താണ് LBS സെന്ററിന്റെ ആസ്ഥാനം. ഇവിടുത്തെ 5 LD ക്ലർക്ക് ഒഴിവിലേക്ക് 2022 ഒക്ടോബറിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 750 രൂപയായിരുന്നു ഫീസ്. നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിച്ചത്. ഈ ഇനത്തിൽ വൻ തുക LBSന് ലഭിച്ചു. അപേക്ഷകർക്കൊക്കെ 2023 ഫെബ്രുവരിയിൽ ആദ്യഘട്ട പരീക്ഷ നടത്തി. ഇത് വിജയിച്ച് രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ LBS ആവശ്യപ്പെട്ടു. 2023 ഒക്ടോബർ 10 വരെ ഇതിന് അവസരം നൽകി. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. നേരിട്ടുള്ള രേഖാപരിശോധനയോ രണ്ടാം ഘട്ട പരീക്ഷയോ നടത്തേണ്ടതുണ്ട്. പരീക്ഷ എഴുതുന്നവർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും അധികൃതർ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് LBS സെന്റർ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി നിയമനത്തിന് കാത്തിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. അതിനിടെ 2 മാസം മുൻപാണ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 58-ൽ നിന്ന് 60 ഉയർത്തിയത്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മാർഗമായിട്ടാണ് പെൻഷൻ പ്രായം ഉയർത്തിയത്. അതിനാൽ ഇനി 2 വർഷത്തേക്ക് ശേഷമേ തസ്തികകൾ ഒഴിവുണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴേക്ക് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നിയമന ശുപാർശ അയക്കുമെന്നാണ് അറിയിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് LBSലെ LD ക്ലർക്ക് പരീക്ഷ. അതിലേക്ക് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർ നടപടികളൊന്നും ആകാത്തതിൻ്റെ ഫലമായിട്ട് നിവേദനങ്ങളൊക്കെ സമർപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മറുപടി എന്നോണം എന്നാണ് പെൻഷൻ പ്രായം ഉയർത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പെൻഷൻ പ്രായം ഉയർത്തിയതെന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇനിയും നിയമനത്തിന് വേണ്ടിയിട്ട് 2 വർഷത്തോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന തസ്തികകളാണ് ഈ LD ക്ലർക്ക് തസ്തികകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് മനോവിഷമം എന്ന് മാത്രമല്ല, ധാരാളം ഉദ്യോഗാർത്ഥികൾ അത് പ്രതീക്ഷയോടെ ഇനി പരീക്ഷ ഉടൻ തന്നെ ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിനയായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ പെൻഷൻ പ്രായം ഉയർത്തിയിട്ടുള്ള ഈ നടപടികൾ. ഇപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിവേദനങ്ങളും മറ്റുമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ അടിയന്തര നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.